വെൽക്കം ബാക്ക്. മാധ്യമവേട്ടയോ എന്നാണ് ചോദ്യം. ലക്ഷണമൊത്ത മാധ്യമവേട്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതാദ്യമായിട്ടല്ലല്ലോ നമ്മൾ മാധ്യമവേട്ടയുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 180 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ന് ഇന്ത്യ റിപ്പോർട്ടേഴ്സ് സാൻസ് ഫ്രണ്ടിയേഴ്സ് എന്ന സംഘടനയുടെ കണക്കിൽ 151 സ്ഥാനത്താണ്. ആർക്കൊക്കെ പിന്നിലാണെന്നറിയാമോ? ബംഗ്ലാദേശിന് പിന്നിലാണ് നമ്മൾ, ശ്രീലങ്കയ്ക്ക് പിന്നിലാണ് നമ്മൾ, നേപ്പാളിന് പിന്നിലാണ് നമ്മൾ. നമ്മളെക്കാൾ ഇനി വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 29 രാജ്യങ്ങൾ. 180 രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മൾ 151 സ്ഥാനത്താണ് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ. എന്തുകൊണ്ടാണെന്ന് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇവിടെ മാധ്യമപ്രവർത്തകരെ കൃത്യമായി അവരുടെ പണിയെടുക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പലതരത്തിലാണ് കേട്ടോ മാധ്യമവേട്ട. നേരിട്ട് ഇതേപോലെ FIR ഇട്ട് ഭീഷണിപ്പെടുത്തുക, പലയിടങ്ങളിലായിട്ട് അസാമിലും ഹിമാചൽ പ്രദേശിലും വ്യത്യസ്ത FIRകൾ ഒരേ കേസിലിടുക, ഇങ്ങനെ ഒരു രീതി അടുത്ത കാലത്തായിട്ട് രൂപപ്പെട്ടു വരുന്നുണ്ട്. പ്രേക്ഷകർക്കറിയാമോ, 2014 മുതൽ 2020 വരെയുള്ള കാലഘട്ടങ്ങളിൽ 28% വർധനമാണ് ഈ സെഡീഷൻ കേസുകളുടെ കാര്യത്തിൽ മാത്രം മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള കേസുകളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ പെട്ടെന്നാണ് ഈ സെഡീഷൻ ഇടുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2022 സുപ്രീം കോടതി ഈ 124A എന്ന് പറയുന്ന സെഡീഷനുമായി, രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള IPC റദ്ദ് ചെയ്തുകൊണ്ടുള്ള സുപ്രധാനമായ ഒരു വിധി പ്രസ്താവമുണ്ട്. പ്രേക്ഷകർക്കറിയാമോ, അതിൽ ആ വിധിന്യായത്തിൽ പറയുന്നുണ്ട് ഗാന്ധിക്കെതിരെയാണ് ഈ 124A ആദ്യമായി ഉപയോഗിച്ച് തുടങ്ങിയത്. ആരാ ഉപയോഗിച്ച് തുടങ്ങിയത്? ബ്രിട്ടീഷ് കൊളോണിയൽ മാസ്റ്റേഴ്സ്. പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം. ആദ്യം 1870കളിൽ ഈ നിയമം കൊണ്ടുവന്ന 4 രാജ്യങ്ങളിൽ 3 രാജ്യങ്ങളിലും ഈ ഡ്രക്കോണിയൻ നിയമം എടുത്തു കളഞ്ഞു. അതിലൊന്ന് ബ്രിട്ടനായിരുന്നു, മറ്റൊന്ന് അമേരിക്കയായിരുന്നു, മറ്റൊന്ന് ഓസ്ട്രേലിയ ആയിരുന്നു. ഈ 3 രാജ്യങ്ങളിലും ഇന്ന് സെഡീഷൻ ഇല്ല. എന്നാൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന അതേ സെഡീഷൻ രാജ്യദ്രോഹ കുറ്റം 124A സുപ്രീം കോടതി റദ്ദ് ചെയ്തപ്പോൾ BNSൽ 152A ആയി പുനരവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മളുടെ ലോകത്തിലെ മാതൃകാ ജനാധിപത്യ രാജ്യം ഇന്ന് മാധ്യമപ്രവർത്തകരെ വേട്ടയാടാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ ബാലഗംഗാധര തിലകനെ 124A പ്രകാരം രാജ്യദ്രോഹി എന്ന് വിളിച്ച് ജയിലിലടച്ചത്? അന്ന് ശിവജിയുടെ ഓർമ്മ ദിനത്തിൽ ശിവജിയെക്കുറിച്ചുള്ള പാട്ടുപാടിയതിന്. എന്തിനാണെന്നറിയാമോ? 1900കളിൽ നമ്മളുടെ ഗാന്ധിജിയെ 124A ഉപയോഗിച്ച് രാജ്യദ്രോഹിയാണെന്ന് മുദ്രകുത്തിയത്. യങ് ഇന്ത്യ എന്ന ഗാന്ധിജിയുടെ പ്രസിദ്ധീകരണത്തിൽ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ എഴുതിയ ലേഖനത്തിൻ്റെ പേരിലാണ്. ഇന്ന് അതേ രീതിയിലാണല്ലോ നമ്മൾ സിദ്ധാർത്ഥ വരദരാജൻ്റെയും കരൺ ഥാപ്പറിൻ്റെയും പേരിലുള്ള FIRനെയും കാണുന്നത്. അധികാര ശക്തികൾക്കെതിരെ നിങ്ങൾ എപ്പോൾ എഴുതുന്നോ അപ്പോൾ നിങ്ങൾ രാജ്യദ്രോഹിയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രേക്ഷകരെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, പ്രബീർ പുർക്കായസ്തയുടെ കാര്യം പറഞ്ഞു. പ്രബീർ പുർക്കായസ്തയുടെ വീട്ടിൽ ഈ ED കൂടിയാണ് അവിടെ റെയ്ഡിന് പോയത് എന്നത് ഓർമ്മിക്കണം. മണിക്കൂറുകളാണ് പ്രായം ചെന്ന മനുഷ്യനെയും ഭാര്യയെയും വീട്ടിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് ED വേട്ടയാടിയത്. എന്തിനാണെന്നറിയാമോ? ഈ കർഷക സമരങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ന്യൂസ് ക്ലിക്കിൽ പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിലാണ് വയോധികനായ പ്രബീർ പുർക്കായസ്തയെ തേടി EDയും അന്വേഷണ ഏജൻസിയും എത്തിയത്. പിന്നീട് ചൈനക്കാരിൽ നിന്ന് പണം വാങ്ങി എന്നുള്ള വ്യാജമായ കേസ് കെട്ടിച്ചമച്ചു പ്രബീർ പുർക്കായസ്തയ്ക്കെതിരെ. പ്രേക്ഷകർക്കറിയാമോ, സമീക്ഷ എന്ന് പറയുന്നൊരു ട്രസ്റ്റ്, ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണ ജേർണലായ EPWൻ്റെ എഡിറ്ററായിരുന്നു നമ്മുടെ ഗുഹാ താക്കൂർത്ത, പരഞ്ജയ് ഗുഹാ താക്കൂർത്ത. ആ വയോധികന് ഒട്ടേറെ മാധ്യമങ്ങളിലൂടെ പ്രവർത്തിച്ച് പരിചയസമ്പന്നനായ മാധ്യമ പ്രവർത്തകനെ 2017 15 മാസത്തിനു ശേഷം സമീക്ഷ ട്രസ്റ്റ് EPWയുടെ എഡിറ്റോറിയൽ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് എന്തിനാണെന്നറിയാമോ? അദാനിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ലേഖനം എഴുതിയതിന്. എന്തായിരുന്നു? 500 കോടിയോളം രൂപ നികുതി ടിച്ച അദാനിയെക്കുറിച്ചുള്ള ലേഖനം എഴുതി. ഹിൻഡൻബർഗ് റിപ്പോർട്ട് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടല്ലോ. ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ അദാനിയുടെ കള്ളക്കളികൾ തുറന്നു കാട്ടുന്ന റിപ്പോർട്ടിൽ ആകെ പരാമർശിച്ചിരുന്ന ഒരേ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്നത് ഈ പരഞ്ജയ് ഗുഹാ താക്കൂർത്തയായിരുന്നു. ഇന്ന് ആ മനുഷ്യൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. ഒരു മാധ്യമ സ്ഥാപനവും ഇന്ന് പരഞ്ജയ് ഗുഹാ താക്കൂർത്തയെ ആ അർത്ഥത്തിൽ എടുക്കാനില്ല. ആ മനുഷ്യനാണ് ഇലക്ഷൻ കമ്മീഷന് മുൻപാകെ 70 വയസ്സ് പിന്നിട്ട മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചത്. തുടർച്ചയായിട്ട് 2 രീതിയിലാണ്. ഒന്നുകിൽ നിങ്ങൾ സർക്കാരിനെ വിമർശിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി നിങ്ങൾ FIR ഇടും. ഇതാണ് യഥാർത്ഥത്തിൽ ഉംബർട്ടോ എക്കോ പറഞ്ഞ ഒരു ഫാസിസത്തിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത്. വിമർശനത്തെ വിദ്രോഹമായി കണക്കാക്കുന്നു എന്നുള്ളതാണ് ഉംബർട്ടോ എക്കോ പറയുന്നത്. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് രാജ്യത്ത് പലയിടങ്ങളിലായിട്ട് നിങ്ങൾക്ക് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രബീർ പുർക്കായസ്തയെ നിങ്ങൾ തടഞ്ഞു വെച്ചു.
അറസ്റ്റ് ചെയ്തു, ജയിലിലടയ്ക്കുന്നു. ആൾട്ടിൻ്റെ സ്ഥാപകൻ സുബൈറിനെ 1 മാസത്തോളം നിങ്ങൾ ജയിലിലിടുന്നു. ഈ സിദ്ദീഖ് കാപ്പനെ 2 വർഷത്തോളം ജയിലിലടയ്ക്കുന്നു. 14 പേരാണ് കഴിഞ്ഞ 6 മാസങ്ങൾ കൊണ്ട് വ്യത്യസ്ത ജേർണലിസ്റ്റുകൾ സർക്കാരിനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ ചെറുതും വലുതുമായ കേസുകളിൽപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഇതെങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് സംജാതമാകുന്നത്? എങ്ങനെയാണ് ഈ രാജ്യത്ത് ഈ മാധ്യമപ്രവർത്തകരെ നിരന്തരം വേട്ടയാടുമ്പോഴും മാധ്യമപ്രവർത്തകരെ ശബ്ദിക്കാതെ പോകുന്നത്? ഞാനിന്ന് നോക്കുകയായിരുന്നു, നമ്മുടെ സഹോദര സ്ഥാപനങ്ങളിൽ എത്ര പേർ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തിട്ടുണ്ട് എന്നുള്ളത്. യഥാർത്ഥത്തിലുള്ള ഒറ്റുകാർ മാധ്യമപ്രവർത്തകർക്കിടയിൽ തന്നെയുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ കഴിഞ്ഞ 72 മണിക്കൂറായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ, അതായത് ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽപ്പെട്ട് ഗാർഹിക പീഡന നിയമത്തിന്റെ പരിധിയിൽ കുറ്റകൃത്യം ചെയ്തുവെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കൺവിക്ട് ചെയ്തിരിക്കുന്ന ഒരാളുടെ ഒരു തെളിവുമില്ലാത്ത വാർത്തയെടുത്തുകൊണ്ട് കഴിഞ്ഞ 72 മണിക്കൂറുകളായി കേരളത്തിൽ മാധ്യമപ്രവർത്തകർ നടത്തുന്ന ചില മാധ്യമങ്ങൾ നടത്തുന്ന വേട്ടയാടലുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുക? ഇങ്ങനെ ഒറ്റുകാരായി മാറുന്നു. നിങ്ങൾ കേന്ദ്രത്തിനെതിരെ വിമർശിച്ചു കഴിഞ്ഞാൽ ED വരും, അതല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലോ അസാമിലോ ഇന്ന് വയറിന് സംഭവിച്ചതുപോലെ, സിദ്ധാർത്ഥ വരദരാജന് സംഭവിച്ചതുപോലെ, കരൺ ധാപ്പന് സംഭവിച്ചതുപോലെ നിങ്ങളെ തേടി വരുന്ന FIRകൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉടമയുടെ വീട്ടിലേക്ക് ED റെയ്ഡിന് വരുന്ന സാഹചര്യം ഉണ്ടാവും. ഇതു ഭയന്നുകൊണ്ട് എല്ലാ വിമർശനങ്ങളും ഇല്ലാത്ത തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തെളിവിൻ്റെ ഒരു തുമ്പ് പോലും കിട്ടിയിട്ടില്ല. നമ്മൾ ആ വാർത്ത ആ രീതിയിൽ കൈകാര്യം ഇരുന്നതിൻ്റെ കാരണം അതൊരു കുറ്റവാളി അയാളുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരു ഡൊമസ്റ്റിക് വിഷയത്തിൽ, ഒരു സ്വകാര്യ വിഷയത്തിൽ മറ്റൊരാൾക്കെതിരെ ഉയർത്തിയിരിക്കുന്ന ഒരു ആരോപണമാണ്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വലിയ ചർച്ചകൾ നടക്കുകയാണ്. പക്ഷേ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നല്ലേ ഇന്ന് ഈ വയറിൻ്റെ 2 പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർക്കെതിരെ? അതും നോക്കൂ, എന്താണ് നിങ്ങൾ ചെയ്ത കുറ്റമെന്ന് വെളിപ്പെടുത്താതെ ഇട്ടിരിക്കുന്ന FIR ആണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇതെങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് സംജാതമാകുക? 124A കളയുമ്പോൾ BNS 152 വരും. എന്നിട്ട് FIR ഇട്ട് കൊടുക്കുമ്പോൾ വളരെ സുപ്രധാനമായൊരു വിധിയുണ്ട്. ഹൈക്കോടതിയുടെ വിധി എന്താണെന്നറിയാമോ? നിങ്ങൾ കൊടുത്തിരിക്കുന്ന സമൻസിൽ FIRൻ്റെ കോപ്പി ഇല്ലെങ്കിൽ അത് ഇൻവാലിഡ് സമൻസ് ആയിട്ട് കണക്കാക്കണം എന്നുള്ളതാണ്. ഇത് നിലവിലിരിക്കുന്ന രാജ്യത്താണ്. ആദ്യം ഒരെണ്ണം കൊടുക്കുന്നു ഓഗസ്റ്റ് 14, ഓഗസ്റ്റ് 18 രണ്ടാമത്തെ FIR കൊടുക്കുന്നു. ആദ്യം സിദ്ധാർത്ഥ വരദരാജനെയും സംഘത്തെയുമാണ് ആദ്യത്തെ സമൻസ് കൊടുക്കുന്നത്. അന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റാഫേൽ വിമാനം വെടിവെച്ചിട്ടു എന്നൊരു വാർത്തയെക്കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതേ കാര്യം നമ്മൾ പ്രതിരോധ സേനയോട് ചോദിച്ചില്ലേ മാധ്യമപ്രവർത്തകർ? അന്ന് എന്തെങ്കിലും വ്യക്തമായ ഉത്തരം നൽകിയോ? അന്നെന്താ പ്രതിരോധ വക്താക്കൾ പറഞ്ഞെന്നറിയാമോ? ഒരു യുദ്ധമാകുമ്പോൾ നഷ്ടം 2 സൈഡിലും ഉണ്ടാകും എന്നുള്ള ഒരു വഴുക്കൻ മറുപടിയിലാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ആർജവത്തോടുകൂടി നിങ്ങൾക്ക് തുറന്നെഴുതാൻ കഴിയുമെങ്കിൽ, ഡാനി സിദ്ദിഖിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അദ്ദേഹം ഈ ടെറസിന്റെ മുകളിലും ഈ പറയുന്ന കൂട്ടിയിട്ട് കത്തിക്കുന്ന കോവിഡ് രോഗികളുടെ ചിത്രമെടുത്ത് പ്രദർശിപ്പിച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റം എന്ന് പറയുന്നത്. ഒടുവിൽ അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇതാണ് ഇന്ത്യയിൽ നടക്കുന്നത്. നിങ്ങൾ സർക്കാരിനെതിരെ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ വിമർശനം ഉന്നയിച്ചാൽ, നിങ്ങൾ നാളെ പ്രബീർ പുർക്കായസ്തെ പോലെ, ആൾട്ട് സുബൈറിനെ പോലെ, നമ്മളുടെ ഗുഹ താക്കൂർത്തയെ പോലെ, അതല്ലെങ്കിൽ സിദ്ദീഖ് കാപ്പനെ പോലെ, ഗൗരി ലങ്കേഷിനെ പോലെ, വയറിലെ സിദ്ധാർത്ഥ വരദരാജനെ പോലെ, കരൺ ധാപ്പറിനെ പോലെ നിരന്തരം വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം. ജനാധിപത്യത്തിന് 4ാം തൂണെന്നൊക്കെയുള്ള പറച്ചിലേ ഉള്ളൂ. നമ്മളിടയിൽ തന്നെ ഒറ്റുകാരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ കാരണം നമ്മൾ ഭയന്നു തുടങ്ങുന്ന നിമിഷം ഈ വേട്ടക്കാർക്ക് കൂടുതൽ ശക്തി വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്ന ഓരോ വാചകങ്ങളിലും നിങ്ങൾക്കെതിരെ FIR ഇടാൻ വേണ്ടി ഭരണകൂടം ശ്രമിക്കുന്നത്. അതേതു ഭരണകൂടമാണെങ്കിലും അവർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് സാധ്യമാകേണ്ടതുണ്ട്. കാരണം മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതെയായി കഴിഞ്ഞാൽ, ഒരു ഉപമ നമ്മളെപ്പോഴും പറയും, എപ്പോഴാണോ ഈ മൈനുകളിലേക്ക് ഈ പക്ഷികളെ ഇറക്കി വിടുന്നത്, ആ കാനറി പക്ഷികൾ തിരികെ വരുമ്പോഴാണ് അവിടെ ഓക്സിജൻ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമാവുക. കാനറി പക്ഷികൾ തിരികെ വരാത്ത പക്ഷം നിങ്ങൾക്ക് അവിടെ പോയി ആ മൈനുകളിൽ പോയി തൊഴിലെടുക്കാൻ കഴിയില്ല. ജനാധിപത്യത്തിൻ്റെ മൈനുകളിലെ കാനറി പക്ഷികളാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. ആ മാധ്യമങ്ങൾ ആ ഉത്തരവാദിത്വത്തോടു കൂടി അവിടെ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അവിടെ ഓക്സിജൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ജനാധിപത്യം ഉണ്ടെങ്കിലേ മാധ്യമങ്ങൾ ഉണ്ടാവുകയുള്ളൂ, മാധ്യമങ്ങൾ ഉണ്ടെങ്കിലേ ജനാധിപത്യം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് മാധ്യമവേട്ടയുടെ ലക്ഷണമൊത്ത ഉദാഹരണമാണ് എന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.